ആക്ച്വലി ഇത് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന രീതിയിൽ എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ എനിക്ക് മടി കൂടിയിട്ട് ഇത് രാവിലത്തെ പരിപാടിയായിട്ട് സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. കാരണം ഉച്ചക്കത്തെ ഒന്നും എടുക്കാൻ എനിക്ക് ഒരു മൂഡ് കിട്ടിയില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് കഴുകി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരാൾ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണിന് ഞാൻ രാവിലെ ഗുഡ് മോർണിംഗ് പറയുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ ചിരിച്ച് കാണിക്കും. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം അവളെയും കൊണ്ട് ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് നിൽക്കും കേട്ടോ. കഴിഞ്ഞ് തലേ ദിവസം ഭയങ്കര മഴയായിരുന്നു, അതിൻ്റെയാണ് ആ ചള്ളയൊക്കെ കിടക്കുന്നത്. അതൊക്കെ ഇനി തുടയ്ക്കണം. എനിക്കങ്ങ് മടിയാണ് രാവിലെ ഇതൊക്കെ ചെയ്യാൻ. സത്യം പറയാമല്ലോ, ഞാൻ ഭയങ്കര മടിച്ചാണ് കേട്ടോ. വീട്ടു ജോലി ചെയ്യാൻ അല്ലാത്ത ജോലിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യുന്നത്. പക്ഷേ വീട്ടിലെ ജോലി ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമില്ല. അത് നല്ല സ്വഭാവം അല്ലാന്ന് എനിക്കറിയാം. എന്തോ പണ്ട് തൊട്ടേ ഞാൻ അങ്ങനെയാണ്. എനിക്കിഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഈ വീട്ടിലെ ജോലി, അടുക്കള പണി, അതൊക്കെ. അപ്പം ഞാൻ അതേ കൊച്ചു പെണ്ണിനെ കുറേ നേരം ഇങ്ങനെ ഈ കൊണ്ടുപോയിട്ട് ആമ്പോലിക്കും കേട്ടോ. രാവിലെ അങ്ങനെ ഒരു സ്നേഹിക്കലൊക്കെ ഉണ്ട്. രാവിലെയാണ് ഞാനും ഫ്രീ ആയിട്ടിരിക്കുന്നത്, അവളും ഫ്രീ ആയിട്ടിരിക്കുന്നത്. അല്ലാത്തപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ബിസിയാണ്. അവളിങ്ങനെ ഓരോന്നിൻ്റെ പുറകെ പോകും, ഞാൻ എൻ്റെ ജോലിയൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ബിസിയാണ്. അപ്പോൾ രാവിലെ ഒരു സ്നേഹപ്രകടനമൊക്കെ ഉണ്ട് കുറച്ച് നേരം പിള്ളേരുടെ കൂടെ. അത് കഴിഞ്ഞപ്പോൾ അതേ ചേച്ചി എഴുന്നേറ്റ് വന്നു. ചേച്ചി അനിയത്തിയെ കളിപ്പിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെയും ദേ അടുക്കളയിൽ കയറി ചായ ഇടാൻ, കുറുക്കുണ്ടാക്കാനൊക്കെ ആയിട്ട്. കുറുക്കൊക്കെ രാവിലെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഞാൻ റാഗി കൊടുക്കും കേട്ടോ. ഒന്നാമത്തെ കാര്യം, കുഞ്ഞ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ബേബി ആയതുകൊണ്ട് നമുക്ക് ഐക്യുവിൻ്റെ ലെവലൊന്നും എങ്ങനെയാണെന്ന് അറിയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ റാഗിയൊക്കെ മാക്സിമം കുഞ്ഞിന് കൊടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് റാഗി എല്ലാ ദിവസവും അവൾക്ക് ഒരു നേരം മസ്റ്റായിട്ട് കൊടുക്കുവേ. ഇതിപ്പോൾ റാഗിയുടെ ചുവ അവൾക്ക് പിടിക്കാണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഏത്തയ്ക്കാപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ദേ അതങ്ങ് ഉണ്ടാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ദേ ശർക്കരയൊക്കെ ഇങ്ങനെ നേരത്തെ ഇങ്ങനെ ഞാൻ പാനിയാക്കി വെക്കുവേ. അപ്പം കുഴപ്പമില്ലല്ലോ, നമുക്ക് എളുപ്പമാണല്ലോ. ഞാൻ എല്ലാം എളുപ്പ പരിപാടിയാണേ. അത് കഴിഞ്ഞ് ഞാൻ കാപ്പി അപ്പോഴത്തേക്ക് ഇട്ടായിരുന്നു. രാവിലെ ഒരു ബ്രൂ കോഫി കുടിച്ചാലേ എനിക്ക് കഥ വരൂ, എന്നാലേ എനിക്ക് എഴുതാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ ചൂടോടെ അതെനിക്ക് കുടിക്കുകയും വേണം, ആരുടെയും ശല്യം ഇല്ലാതെ. അപ്പോൾ അത് ഞാൻ അതങ്ങ് എടുത്ത് വെച്ചിട്ട് കുറുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അന്നേരം കുറുക്കുണ്ടാക്കിയില്ല കേട്ടോ. ഞാൻ കാപ്പിയൊക്കെ കുടിച്ച് വന്നിട്ടാണ് കുറുക്കുണ്ടാക്കിയത്. ഇതിനിടയിൽ ഒരാൾ ഇടയ്ക്ക് ഡബ്ബിങ് കൊടുക്കുന്നുണ്ട്, ഞാൻ വർത്താനം പറയുന്നത് കണ്ടുകൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കുറുക്കുണ്ടാക്കിയത്. പിന്നെ ഞാൻ എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി അവിടെ വെച്ചു. എന്നിട്ട് ഞാൻ സമാധാനമായിട്ട് പോയി ചായ കുടിച്ചു കേട്ടോ. ചായയല്ല, ബ്രൂ കോഫി. എന്നിട്ടാണ് ഞാൻ വന്നത് ഇത് കുറുക്കുണ്ടാക്കാൻ വേണ്ടി. കാരണം എനിക്ക് ആ കോഫി കുടിക്കുന്ന സമയത്ത് എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. എനിക്കിങ്ങനെ കാം ആൻഡ് കൂളായിട്ടിരുന്നിട്ട് കോഫി കുടിക്കണം. എങ്കിലേ എനിക്ക് എൻ്റെ ഒരു ദിവസം അടിപൊളിയാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ കുറുക്കൊക്കെ ഉണ്ടാക്കി വെച്ചു അങ്ങ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, നേരത്തെ അങ്ങ് ഉണ്ടാക്കി വെച്ച്. ഞാൻ ശകലം പാലൊഴിക്കും കേട്ടോ. ഡോക്ടർ പറഞ്ഞു പാലൊന്നും കൊടുക്കേണ്ട 1 വയസ്സിന് മുമ്പ് എന്ന്. പക്ഷേ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കമർപ്പൊക്കെ വെച്ചിട്ട് കുടിക്കുന്നത്? ഞാനിത് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം എനിക്ക് തന്നെ എന്ന് തോന്നും. അപ്പോൾ പിന്നെ കുഞ്ഞെങ്ങനെയാണ് അത് കുടിക്കുക? ഇത്തിരി ഒരു രുചിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കും. പാലും കൂടി ഒഴിച്ചില്ലെങ്കിൽ അത് കഷ്ടമല്ലേ, പറയാൻ പോലും അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മൂത്ത മോൾക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. 10 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ കുറച്ച് പാൽ കൊടുക്കും. പക്ഷെ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യണം എന്ന് നിങ്ങളോടാരോടും പറയില്ല കേട്ടോ. ഞാൻ എൻ്റെ തന്നിഷ്ടത്തിന് ചെയ്യുന്നതാണ്. നിങ്ങളാരും അങ്ങനെ അത് നോക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ അവൾക്കൊരു ഇച്ചിരി ബിസ്ക്കറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. മോൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നി. അപ്പോൾ അതേ ചേച്ചി ബിസ്ക്കറ്റൊക്കെ കൊടുക്കുകയാണ്. രാവിലെ ക്രാക്ക് ജാക്കിൻ്റെ ബിസ്ക്കറ്റ് മാത്രമേ അവൾ കഴിക്കൂ, വേറെ ഒരു ബിസ്ക്കറ്റും അവൾക്ക് ഇഷ്ടമില്ല. അപ്പോൾ അതേ ബിസ്ക്കറ്റൊക്കെ ചേച്ചി കൊടുത്തു. അപ്പോൾ ഞാനിങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള സ്നേഹമൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അവളോട് എന്തൊക്കെയോ ചോദിക്കുക പറ്റുമായിരുന്നു. കുഞ്ഞ് പിള്ളേരാകുമ്പോൾ ആ ഒരു സ്നേഹം കാണുമല്ലോ. ഇത്തിരി കൂടെ വളർന്നു കഴിയുമ്പോൾ ഇവർ ചിലപ്പോൾ ഇങ്ങനെ ആ ഒരു സ്നേഹം ഉണ്ടാവുമോ, ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കും കേട്ടോ. നമ്മൾ സഹോദരങ്ങൾ തമ്മിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ക്യാമറയൊക്കെ തിരിഞ്ഞു പോകുന്നുണ്ട്, എല്ലാം അൽക്കുലത്തായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന അങ്ങ് സ്റ്റോപ്പ് ചെയ്തത് കേട്ടോ. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നിങ്ങളെ എടുത്ത് കാണിക്കുമ്പോൾ ഒരു വൃത്തിക്കും മെനയ്ക്കും ഒക്കെ കാണിക്കണ്ടേ എന്ന് വിചാരിച്ചു.
അതുകൊണ്ട് ഞാനതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഇല്ലായിരുന്നെ ഞാൻ ഉച്ചക്കത്തെയും വൈകിട്ടത്തെയും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്കൊരു മൂഡ് തോന്നിയില്ല. അങ്ങനെ കണ്ടോ അവൾ വിളിക്കുകയാണ്, ബിസ്ക്കറ്റ് കാണിച്ച് അവളെ വിളിച്ച് ആകർഷിക്കുകയാണ്. അപ്പം അത്രയും കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് മടിയായി പോയി കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുളിച്ചു, പിള്ളേരെ കുളിപ്പിച്ചു. അന്ന് കുറച്ച് ബിസിയുള്ള ദിവസം കൂടിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ അങ്ങ് നിർത്തിയേക്കാം, വേറൊരു ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത്രയേ ഉള്ളൂ.